ഹായ് എവറിബഡി. നമ്മൾ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് സെം ബികോമുകാരുടെ സ്ത്രീ ജോ എക് ത്വച്ച ഹെ എന്ന പാഠത്തിൻ്റെ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലേഖകനെ പരിചയപ്പെടാം. ലേഖക് സുധീഷ് പച്ചോരിയാണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 29 ഡിസംബർ 1948 അദ്ദേഹം ഒരു മാർക്സ്വാദി സമീക്ഷക്കായിട്ടുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അതായത് ക്രിട്ടിക്കായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മീഡിയ വിശേഷജ്ഞ എന്ന് വെച്ചാൽ മീഡിയ സ്പെഷ്യാലിസ്റ്റ് ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചർച്ചിതമായിട്ടുള്ള പുസ്തകങ്ങളാണ് മീഡിയ കി പരക്, ടെലിവിഷൻ സമീക്ഷ, സിദ്ധാന്ത് और വ്യവഹാർ, ജനതന്ത്ര और ആതങ്കവാദ്, ബിന്ദാസ് ബാബു കി ഡയറി, സ്ത്രീ ദേഹ കെ വിമർശ എന്നിവയൊക്കെ. ഇദ്ദേഹത്തിന് വളരെയധികം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലതാണ് മധ്യപ്രദേശ് സാഹിത്യ പരിഷത്ത് കാ രാംചന്ദ്ര ശുക്ല സമ്മാൻ, ശംഷേർ സമ്മാൻ, കേന്ദ്രീയ ഹിന്ദി സംസ്ഥാൻ കാ സുബ്രഹ്മണ്യ ഭാരതി സമ്മാൻ. നമുക്കിനി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. സ്ത്രീ ജോ എക് ത്വച്ച കെ ദ്വാര ലേഖക് ക്യാ കഹനാ ചാഹത്തെ ഹെ. നവംബർ 2021 വന്നിരിക്കുന്ന ചോദ്യമാണ്. ഈ പാഠത്തിലൂടെ ലേഖക് നമ്മളുടെ അടുത്ത് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതേണ്ടത് സമാജ് മേ പൽ രഹെ ബാजार तंत्र और सौंदर्यवर्धक वस्तुओं का प्रभाव लेखक सुधीश पचौरी ने अपने निबंध में दर्शाया है. ഇന്നത്തെ കാലത്തെ സൊസൈറ്റിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടാക്ടിക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഡുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നാണ് സുധീഷ് പച്ചോരിജി അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. സിർഫ് रूप सौंदर्य ही नहीं बल्कि हमें भाव सौंदर्य का महत्वपूर्ण समझना चाहिए ऐसा लेखक कहते हैं. അതായത് നമ്മൾ പുറമേ കാണുന്ന സൗന്ദര്യം, രൂപസൗന്ദര്യം മാത്രമല്ല, നമ്മളുടെ ഭാവനകളുടെ സൗന്ദര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ ഭാവനാ സൗന്ദര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് സുധീഷ് പച്ചോരിജി ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. വിജ്ഞാപനോं के पीछे भागते हुए स्त्री को अपने अस्तित्व के बारे में और रूप सौंदर्य के आगे सोचे. അതായത് സ്ത്രീകൾ ഈ അഡ്വർടൈസിങ് വേൾഡിൽ ആഡുകളിൽ എന്ത് കാണിക്കുന്നു അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ജീവിതമാണ് അവരുടെ. അപ്പോൾ അതല്ലാതെ അവരുടെ അസ്തിത്വത്തിനെ കുറിച്ചിട്ട് വിചാരിക്കാനും രൂപസൗന്ദര്യത്തിനേക്കാളും ഭാവസൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് അദ്ദേഹം പറയുന്നത് ഈ പാഠത്തിലൂടെ. വിജ്ഞാപൻ ബാजार तंत्र का एक अनिवार्य उपाय है लेकिन जनता में सही गलत पहचानने की क्षमता होनी चाहिए ऐसा लेखक कहते हैं. അഡ്വർടൈസിങ് അല്ലെങ്കിൽ ആഡുകൾ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൽ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷേ അതിൽ ശരിയേതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ജനതയ്ക്ക് വേണം എന്നാണ് ലേഖക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്ത്രീ ജോ എക് ത്വച്ച ഹെ കാ രചനാകാർ കോൺ ഹെ, ഇസ് രചന കാ മൂൽ പ്രതിപാദ്യ ക്യാ ഹെ. നവംബർ 2021 വന്നിരിക്കുന്ന ചോദ്യം. അതേ ചോദ്യം തന്നെ. മുഖ്യ പ്രതിപാദ്യ വിഷയം എന്താണ് ഈ സ്ത്രീ ജോ എക് ത്വച്ച ഹെ എന്ന പാഠത്തിൻ്റെ പ്രീവിയസ് ഇയറിലും വന്നിട്ടുണ്ട്. രണ്ടിനും ഒരേ ഉത്തരം നിങ്ങൾക്ക് എഴുതാം. സ്ത്രീ ജോ എക് ത്വച്ച ഹെ സുധീഷ് പച്ചോരിക്ക് വ്യംഗ്യരചന ഹെ. വ്യംഗ്യമായിട്ടുള്ള സട്ടാരിക്കൽ രീതിയിലുള്ള ഒരു രചനയാണത് सुदेश पचौरी जी एഴുതിയത്. जिसका मूल प्रतिपाद्य विषय स्त्री को सिर्फ एक त्वचा या वस्तु बनाकर रख दिया है इस सौंदर्य जगत में जिसका कोई अस्तित्व या स्वाभिमान नहीं है. ഇതിൽ മൂലപ്രതിപാദ്യമായിട്ടുള്ള വിഷയം എന്താ എന്ന് വെച്ചാൽ സ്ത്രീയെ വെറും ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ സ്കിന്ന് മാത്രമായിട്ടുള്ള രീതിയിൽ കാണിച്ചിരിക്കുകയാണ് ഈ മാർക്കറ്റിംഗ് യുഗത്തിൽ. അതല്ലാതെ സ്ത്രീക്ക് ഒരു അസ്തിത്വമോ സ്വാഭിമാനമോ ഇല്ലാത്ത രീതിയിലാണ് സ്ത്രീയെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു പാഠത്തിലൂടെ അദ്ദേഹം പറയുന്നത്. സ്ത്രീക്കോ ത്വച്ച ക്യൂ കഹാ ഗയാ ഹെ. എന്തുകൊണ്ടാണ് സ്ത്രീയെ ത്വച്ചയായിട്ട് മാത്രം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ സ്ത്രീക്കോ ഗോരാ ബനാനെ വാലെ വിജ്ഞാപനോ കി ഭർമാർ ഹെ ഈ സൗന്ദര്യ ജഗത്തിനെ ഏസാ ലേഖക് കഹത്തെ ഹെ. അതായത് ഈ ഒരു ബ്യൂട്ടി വേൾഡിൽ, ഈ ഒരു അഡ്വർടൈസിങ് വേൾഡിൽ സ്ത്രീയുടെ ചർമ്മം എങ്ങനെ വെളുപ്പിക്കാം എന്ന രീതിയിലുള്ള ആഡുകൾ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. അല്ലാതെ സ്ത്രീ ആയിട്ടുള്ള രീതിയിൽ, സ്ത്രീയെ സ്കിന്ന് എന്ന രീതിയിലല്ലാതെ രൂപസൗന്ദര്യം മാത്രം ഉള്ള സ്ത്രീ ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഈ അഡ്വർടൈസിങ് വേൾഡിൽ കാണിക്കുന്നത്. അതല്ലാതെ സ്ത്രീക്ക് ഒരു വ്യക്തിത്വമുണ്ട് എന്ന് തിരിച്ചറിയാനോ അവർക്ക് ആ റെസ്പെക്റ്റ് കൊടുക്കാനോ ഇന്നത്തെ മാർക്കറ്റിംഗ് വേൾഡ് തയ്യാറല്ല എന്നാണ് ലേഖക് ഇതിലൂടെ പറയുന്നത്. ഇസ്ലിയെ സ്ത്രീക്കോ ത്വച്ച കഹാ ഗയ. അതുകൊണ്ടാണ് സ്ത്രീയെ സ്കിന്നായിട്ടുള്ള രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, സ്ത്രീയുടെ ബാഹ്യ സൗന്ദര്യം മാത്രമേ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. हर विज्ञापन में यहाँ तक कि टायर या पेंट के विज्ञापन में स्त्री बैठा दी गई है. ये पंक्तियाँ किस रचना से उद्गत है, इसका रचनाकार कौन है.
ഇത് നവംബർ 2021 വന്നിരിക്കുന്ന ചോദ്യമാണ്. नए सौंदर्य शास्त्र ने देहात के सौंदर्य को ही एकमात्र सौंदर्य सिद्ध किया है. यह पंक्ति किस निबंध की है? इसका लेखक कौन है? നവംബർ 2020 വന്നിരിക്കുന്ന ചോദ്യം. അതായത് രണ്ടിലും ഈ പാഠത്തിന് ചില ലൈൻസ് കൊടുത്തിട്ട് അത് തിരിച്ചറിയാൻ പറഞ്ഞിരിക്കുകയാണ് ഏതാണ് പാഠം, ആരാണ് ഇതിൻ്റെ ലേഖക്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് യह पंक्तियाँ स्त्री जो एक त्वचा है इस रचना से उद्गत है और इसके रचनाकार हिंदी साहित्य जगत के प्रमुख आलोचक സുധീഷ് പച്ചോരി ജി हैं. ഈ പങ്ക്തികൾ എടുത്തിരിക്കുന്നത് സ്ത്രീ ജോ എക് ത്വച്ച ഹെ എന്ന പാഠത്തിൽ നിന്നാണ്. അതേപോലെ വ്യംഗ്യമായിട്ടുള്ള രീതിയിൽ സട്ടൈറിക്കൽ റൈറ്റിങ്ങും ക്രിട്ടിക്കായിട്ടുള്ള രീതിയിൽ എഴുതുന്ന ഒരു പ്രമുഖമായിട്ടുള്ള ലേഖക്കാണ് ഈ ഒരു പാഠം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് സുധീഷ് പച്ചോരി എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ. बाजार में एक तरह की देहवादी विचार खड़ा कर दिया है. स्त्री जो एक त्वचा है के निबंध के आधार पर इस कथन की पुष्टि कीजिए. അപ്പോൾ മാർക്കറ്റിൽ ഒരു ദേഹവാദിയായിട്ടുള്ള രീതിയിൽ, അതായത് ബോഡി മാത്രം നോക്കിക്കൊണ്ട് അതിനെ മാത്രം ദേഹവാദി വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേയുള്ള രൂപസൗന്ദര്യം മാത്രം കണക്കാക്കിയിട്ടുള്ള ഒരു വിചാരമാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മാർക്കറ്റിങ്ങിൽ നടക്കുന്നത്. അതായത് രൂപസൗന്ദര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റ് ടാക്ടിക്കാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ച് സ്ത്രീ ജോ എക് ത്വച്ച ഹെ എന്ന നിബന്ധനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ സമർത്ഥിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നവംബർ 2020 5 മാർക്സിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ലേഖകനെ കുറിച്ച് ഷോർട്ടായിട്ടുള്ള രീതിയിൽ ആദ്യം പറഞ്ഞ് പിന്നെ ഈ ഒരു പാഠത്തിൽ എന്താണോ ലേഖക് പറയാൻ ആഗ്രഹിച്ചത് അതെഴുതി, അഡ്വർടൈസിങ് വേൾഡിനെ കുറിച്ചിട്ട് എഴുതി, അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സും പോയിൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. എസ് എ മാർക്ക് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ ഈ പാഠത്തിനെ കുറിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ഷോർട്ട് നോട്ടായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു PDF താഴെ ചേർക്കുന്നുണ്ട്. ഈ ഒരു നോട്ടിൻ്റെ PDF ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഈ ഷോർട്ട് നോട്ട് വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ. ഈ പാഠത്തിലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഈ പാഠത്തിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്ക്രിപ്ഷനാണ് ഈ കാണുന്ന ഷോർട്ട് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ പോയി ആ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാവും. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2021 വരെ വന്നിരിക്കുന്ന മെയിനായിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പാഠത്തിൽ നിന്ന് വന്നിരിക്കുന്ന മെയിനായിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടൂ. സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലിടൂ. എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്